മോള് നല്ല പൂവ്. ഹസ്ബൻഡ് ഒന്ന് വേഗം വരുന്നുണ്ട്. നീ ബെല്ലടിക്കാറേ. ഞാൻ ഉപ്പാപ്പയോട് പറഞ്ഞു കൊടുക്കും, നോക്കിക്കോ. ഞാൻ പോവാ, നീ ഉണ്ണിയോട് കളിച്ചോണ്ടിരുന്നോ. ഹസ്ബൻഡ് ഇങ്ങോട്ട് ഞാനും വരുന്നു. വാ. എന്തേലും മെനുക്കാൻ നിന്റെ ടോപ്പിക്ക് പുതിയതാ? ആ, എന്റെ ഉപ്പ തന്നതാ. എന്നാ നീ വേണേ വെച്ചോ, സ്കൂളിൽ ചെന്നിട്ട് തന്നാ മതി. ഒന്ന് പോയി തൊഴിലിട്ട് വരാവേ. ദൈവമേ, എനിക്കും അജ്മലിൽ നിന്ന് റോജക്കുട്ടി ടീച്ചറിന് തല്ല കിട്ടല്ലേ. പോവാ. ഇവിടെ ഇപ്പം ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ ഒന്നാ. ഇതിപ്പോ ഒരു ചെറിയ കാര്യമല്ലേ, വളർത്തി വലുതാക്കിയാ പിന്നെ പിടിച്ചാൽ കിട്ടൂല. നിങ്ങളത് പറയും, സ്വന്തം സമുദായത്തിൽപ്പെട്ട കുട്ടിയല്ലേ ക്ഷേത്രാശുദ്ധമാക്കിയത്. ഒരു കൊച്ചു കുട്ടി ചെയ്ത തെറ്റ് വലിയൊരു തെറ്റാവും നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ. കഴിഞ്ഞ ദേവപ്രശ്നത്തില് ദേവൻ അന്തർമുഖനായപ്പോഴേ ദുശകനം കണ്ടു തുടങ്ങിയതാ. അന്ന് എന്റെ വാക്ക് ആരും കേട്ടില്ല. വാര്യർ സാറേ, പെരുന്തൃക്കോവിലപ്പന്റെ തിരുനാൾ ഉത്സവത്തിന് വിളക്കിലൊഴിക്കാൻ ക്രിസ്ത്യാനികളുടെ വഴിപാട് എണ്ണ വേണം. തേര് വലിച്ച് ചുറ്റമ്പല മതിൽക്കെട്ട് കടത്താൻ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വേണം. അതിനൊന്നും ദൈവം കോപിക്കാറില്ലല്ലോ. അത് കാലാകാലങ്ങളായുള്ള പാരമ്പര്യം. തൊപ്പി വെച്ച് ഏതോ കുട്ടി അമ്പലത്തിൽ വന്ന് തൊഴുതെന്ന് വെച്ച് ആകാശം ഇടിഞ്ഞ് വീഴൊന്നുമില്ല. നീ എന്താ ഈ പറയണേ? വൃത്തി ശുദ്ധി ഒന്നും ഇല്ലാതെയും അമ്പലത്തിൽ കയറാതെയും നടക്കുന്ന രഘുരാമൻ ഇവിടെ എന്താ കാര്യം? കാര്യമുണ്ട്. കനലെടുത്ത് കൈവെള്ളെ വെച്ച ഒരാക്കെ പൊള്ളൂ, അത് ഊതിപ്പെരിക്കാൻ കാട്ടു ചെയ്യാവും. ഇതേതോ കുട്ടികളുടെ കുസൃതിയാണ്. വേണ്ട, അറിവുള്ള അറിവുള്ള നിങ്ങള് അത് വെച്ച് കളിക്കരുത്. അതെ, അതെന്നെയാ എനിക്കും പറയാനുള്ളത്. രഘു പറഞ്ഞതാ ശരി. കുട്ടികളുടെ കുസൃതി കണ്ടില്ലാന്ന് നടിക്കുന്നതാ വിവേകം. അതല്ലല്ലോ, ദേവപ്രശ്നം നടക്കട്ടെ, പിന്നെ തീരുമാനിക്കാം. ഈ ദേവപ്രശ്നം തൃക്കോവിൽ അപ്പന് വേണ്ടിയാണോ അതോ വാര്യർ സാറിന് വേണ്ടിയാണോ? ഈ മണ്ണ് പണ്ടേ നമ്മൾ വെട്ടിമുറിച്ചു. ഇനി ഹിന്ദു എന്നും മുസ്ലിം എന്നും ക്രിസ്ത്യാനി എന്നും പറഞ്ഞ് മനസ്സോട് വെട്ടിമുറിക്കണ്ട. വീണത് തുർപ്പാടാ. ഇവിടെ എണ്ണത്തിൽ കൂടുതൽ ഹിന്ദുക്കളാണെന്ന് മറക്കരുത്. അവര് നമ്മുടെ പാർട്ടിയുമായി അല്പം ഇടഞ്ഞാ നിൽപ്പ്. അവരുടെ വോട്ട്, അതായത് ഹിന്ദുക്കളുടെ വോട്ട് ഉറപ്പാക്കിയാലേ നമുക്ക് ഇക്കുറി ജയിക്കാൻ ഒക്കൂ. ഈ തൊപ്പി പ്രശ്നം വെച്ച് നമുക്കൊരു കളി കളിക്കണം. തൊപ്പി എങ്കിൽ തൊപ്പി. അതൊക്കെ പഞ്ചായത്തായെന്നാ ഞങ്ങൾ കേട്ടത്. എടാ മണ്ട ശിരോമണികളെ, മൂളയുണ്ടെങ്കിൽ ഈ ഒരൊറ്റ തൊപ്പി പ്രശ്നം മതി ഇക്കുറി നമുക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ. എടാ ഫിലിപ്പോസേ, വേണ്ടത് ചെയ്യടാ. സാഹിബേ, അബ്ദുള്ള സാഹിബേ, ഇങ്ങോട്ട് ഇറങ്ങി വരണം. എന്താ മോനെ? എന്റെ അച്ഛനെ നിങ്ങളുടെ ആൾക്കാർ തല്ലി ചതച്ചിട്ടിരിക്കുന്നു. എന്നിട്ടെന്താ ചത്തില്ല? നിങ്ങളുടെ ആൾക്കാർ അരപ്പട്ടെ മാത്രമല്ല മനസ്സിലും കത്തിയുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. പടച്ചോന്ന് വിചാരിച്ച് ഞാൻ പറയുന്നത് കേക്ക്. നമ്മുടെ സമുദായക്കാരെ ചെയ്യൂല മോനെ. പിന്നെ ആരാ അത് ചെയ്തത്? അതെനിക്കറിയില്ല. തൊപ്പിയിട്ട് 4-5 പേര് വരുന്ന തല്ലിയത്. ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തൊപ്പിയിടാറില്ല. പിന്നെ ആരാ? അച്ഛനെ തല്ലിയാല് രഘുരാമന്റെ ചോരയും തിളയ്ക്കും. തിരിച്ച് തല്ല അറിയാഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പൊ ഞാനത് ചെയ്ത് അവിടെ ചോര പുഴ ഒഴുകും. അയ്യോ മോനെ, വേണ്ട. ഇല്ല സാഹിബേ, അതിന്റെ ആദ്യത്തെ തുള്ളി ചോര രഘുരാമനായിട്ട് വീട്ടില്ല. അത് ഉറപ്പിക്കാം. അത് പറയാനായിട്ടാ വന്നത്. ഒരു തീപ്പൊരി വീണ് കഴിഞ്ഞു. അതാറുന്നതിന് മുമ്പ് ഊരി പെരുപ്പിക്കേ. ഭൂരിപക്ഷ സമുദായം നമ്മോടൊപ്പം നിൽക്കണം.
കാണുവിൻ, ചോരമൂന്നുന്ന ദൈവം പറക്കുന്നു. ചോരമൂന്നുന്ന ദൈവം പറക്കുന്നു. ദുഷ്ടദേവത കുഞ്ഞുങ്ങളാണിത്. പണ്ട് നാം തന്നെ ചോര കൊടുത്തതാണ്. ദൈവമാണെന്ന് തുള്ളിക്കളിച്ചതാണ്. സാഹിബേ, ഈ തീ പടരാത്ത നാടുകൾ ഇനിയുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഉറപ്പണം തുടങ്ങേ. നേരം വിളിക്കുന്നതിന് മുമ്പ് സുരക്ഷിതമായിട്ട് ഓടിയ സ്ഥലത്തെത്തണം. വർഗവിദ്വേഷത്തിന്റെ പകയും ഉള്ളിലടക്കി വെച്ച് ജീവിക്കുന്ന മനുഷ്യരാണ് ഇന്ന് ലോകം മുഴുവൻ. അതിനെ ഊതിപ്പെരുക്കി താൽക്കാലിക ലാഭത്തിന് ഉപയോഗിക്കുന്ന രാഷ്ട്രീയക്കാരെ ഏത് കാറ്റഗറിയിലാണ് സാർ പെടുത്തേണ്ടത്? നാട് നന്നാക്കാനെന്ന് പറഞ്ഞിറങ്ങുന്നവരുടെ മേലുള്ള ജനങ്ങളുടെ ധാരണയും വിശ്വാസവുമാണ് സാർ ആദ്യം തിരുത്തപ്പെടേണ്ടത്. നിങ്ങളുടെ ആത്മരോഷം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബട്ട് നമ്മുടെ ഇമ്മീഡിയറ്റ് ടാസ്ക് അതല്ല. കലാപം കൂടുതലിടങ്ങളിലേക്ക് വ്യാപിക്കുന്ന തടഞ്ഞേ പറ്റൂ. വി ഷുഡ് നോട്ട് അലൗ എനി ലാപ്സ് ഇൻ സെക്യൂരിറ്റി. മനുഷ്യന്മാർക്ക് ഭ്രാന്ത് പിടിച്ചു പോയല്ലോ സാഹിബേ. എന്താ ഒരു വഴി? ലോകം മുഴുവൻ ഇരുട്ടിലാ ശാസ്ത്രികളെ. പടച്ചോന്റെ വെളിച്ചം ലവലേശമില്ല. എല്ലാം കുരുടന്മാരാണ്. അകക്കണ്ണടഞ്ഞ കുരുടന്മാരാണ്. കുറച്ച് വെള്ളം കൊടുക്കൂ സാഹിബേ. അമ്മ, ഞാൻ വെള്ളം കൊണ്ടുപോയി. ആ ഇല്ല അമ്മ, അമ്മ.
പ്ലീസ് ലുക്ക്. ഈ ചിത്രത്തിലെ തോക്കിന്റെ മോഡൽ തന്നെയാണ് അഭയാർത്ഥി ക്യാമ്പ് ആക്രമിച്ചവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ബംഗാളിൽ വിദേശ വിമാനം കുടഞ്ഞിട്ടിട്ട് പോയ ആയുധങ്ങളിലും ഈ തോക്കുണ്ട്. യു നോ വാട്ട് ഐ മീൻ? നമ്മുടെ മണ്ണിൽ വർഗീയ കലാപം ഇളക്കിവിട്ട് ഇന്ത്യയെ വെട്ടിമുറിക്കാൻ വിദേശത്തുള്ളവർ കിണഞ്ഞു ശ്രമിക്കുന്നു. ഇറ്റ് സംതിങ് വെരി വെരി സീരിയസ്. വീണ്ടും കലാപകാരികൾ ഒരു മേജർ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് അലേർട്ട് ദ ഫോഴ്സസ്. സംശയം തോന്നുന്ന ആരെയും ഷൂട്ട് ചെയ്യാൻ ഓർഡർ ആക്കേണ്ടതില്ല. പാസ് ചെയ്യുന്ന എല്ലാ വാഹനങ്ങളും ചെക്ക് ചെയ്യണം. Got it? അമ്മമാരുടെ മുലപ്പാൽ കുടിച്ച് വളർന്നവരാണെങ്കിൽ ഇതിന് നമ്മൾ പകരം കൊടുക്കേണ്ടത് നമ്മുടെ ജീവനും ചോരയുമാണ്.